ഇന്ന് നമുക്ക് അലിഫ് എഴുതുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഇന്ന് നമ്മൾ കാലിഗ്രാഫി കലമായിട്ട് യൂസ് ചെയ്യുന്നത് ദേവനാഗരി പെന്നാണ്. നമുക്ക് ആമസോണിലൊക്കെ കിട്ടും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ 3 സെക്ഷനായിട്ട് നമുക്ക് എളുപ്പത്തിന് വേണ്ടി വരച്ച് പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി 3 സെക്ഷനായിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. നേരെ മുകളിൽ നിന്ന് ഒരു 45 ഡിഗ്രി ചെരിഞ്ഞ് താഴോട്ട് വന്നിട്ട് ലാസ്റ്റ് ഭാഗം നമ്മളൊരു വാളിൻ്റെ രൂപത്തിൽ ചെരിച്ച് ഷാർപ്പായിട്ട് നിർത്തുക. പിന്നെ നമുക്ക് ഇതിൻ്റെ മുകളിൽ തർവീസ ഇടുന്നത്, അതിൻ്റെ തലയെക്കെട്ട് പോലെ ഒരു സാധനം ഇടുന്നത്, അത് നമ്മൾ ഒരു 1.5 നുക്ത താഴോട്ട് ചെരിച്ച് വരച്ചിട്ട് അതിൻ്റെ സൈഡ് കൂർപ്പിച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി തർവീസ ഇടുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ തർവീസ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് ഭംഗിക്ക് വേണ്ടി മാത്രം വെക്കുന്നതാണ്. അതിൻ്റെ മുകളിലെ ഒരു തലക്കെട്ട് പോലത്തെ ഒരു ഭാഗം ഭംഗിക്ക് വേണ്ടി, അത് കൂടുതൽ ഭംഗിയാകും അങ്ങനെ വെച്ചാൽ, അത്രേ ഉള്ളൂ. ഇത് ഈ പറഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്ക് വരയ്ക്കാനാണ് എളുപ്പമെങ്കിൽ അങ്ങനെയും വരച്ച് പഠിക്കാം നീളത്തിൽ. ചിലവർക്ക് ഒറ്റയടിക്ക് കൈ താഴോട്ടിങ്ങനെ വലിച്ചു വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൈ തെറ്റിപ്പോയിട്ട് അതിൽ വൃത്തികേടാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ ഉള്ളവർക്ക് ജസ്റ്റ് 3 ഭാഗമായിട്ട് വരച്ച് പഠിക്കുക. തർവീസ ഇടുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഇടണമെന്നുമില്ല. നമുക്ക് അറിയാം, നമ്മൾ നുക്ത വരച്ച് കണ്ടതാണ്. ഇങ്ങനെയാണ് ഒരു നുക്ത വരയ്ക്കുന്നത് അല്ലേ. അപ്പം ഈ ഒരു നുക്തയുടെ 2 നുക്ത വരികയില്ല, ഒരു 1.5 നുക്ത വരുന്ന അളവിലേ ഉള്ളൂ നമുക്ക് തർവീസ് ഇടേണ്ട ആവശ്യമുള്ളൂ. ഒരു ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ നുക്ത ചിരിച്ചിട്ടാൽ അത് തർവീസയുടെ ഏകദേശം രൂപം വരും. പിന്നെ നുക്ത വരയ്ക്കുമ്പോൾ ഈ 2 സൈഡ് മാത്രമേ ഉള്ളൂ നമുക്ക് വെളിയിൽ കാണാവുള്ളൂ. അകത്തത്തെ 2 സൈഡും ഈ അലിഫിൻ്റെ ഉള്ളിലായിരിക്കും. നമുക്കറിയാമല്ലോ, നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച ആ ഒരു സ്ട്രോക്ക് ഉണ്ടല്ലോ, ആ ഒരു ചിരിച്ചിട്ടുള്ള ഒരു സ്ട്രോക്ക്, ഏകദേശം ആ ഒരു സ്ട്രോക്ക് ഈ അലിഫിൻ്റെ എൻഡ് ഭാഗം വരുന്ന പോലെയൊക്കെ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇതുപോലത്തെ സ്ട്രോക്കുകൾ ആദ്യം ഏറ്റവും ഭംഗിയോടുകൂടി എഴുതി പഠിച്ചാലേ ഉള്ളൂ നമുക്ക് ബാക്കി അക്ഷരങ്ങളെല്ലാം, ഒട്ടുമിക്ക അറബിക് അക്ഷരയുടെ ഭാഗങ്ങളായിട്ടും ഈ നമ്മൾ ആദ്യം പഠിച്ച സ്ട്രോക്കുകൾ വരുന്നതാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാ ത സാ പിന്നെ കൂടെ നൂനും ഇതെല്ലാം ഏകദേശം ഒരേ ഷേപ്പിൽ വരുന്നതുകൊണ്ട് നമുക്ക് അതെല്ലാം എഴുതി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.